ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൃത്യമായി ദൈവമക്കൾ തിരിച്ചറിയണം. ആരാധന എന്താണ്? നാം ആരെയാണ് ആരാധിക്കുന്നത്? നാം ആരാധിക്കുന്നവനെ പോലെയാകാൻ, അവന്റെ സ്വഭാവത്തോടെ അനുരൂപരാകാൻ, അവനെ പോലെ സംസാരിപ്പാൻ, അവനെ പോലെ പ്രവർത്തിപ്പാൻ, അവന്റെ മനസ്സുള്ളവരാകുവാൻ തയ്യാറെടുക്കുമ്പോഴാണ് ആരാധന വെളിപ്പെടുന്നത്. അവനെ പോലെയാകുവാനുള്ള ശ്രമം ഈ ഭൂമിയിൽ നടത്തണം. അതാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധനയ്ക്ക് സ്ഥലമല്ല പ്രാധാന്യം. ആരാധനയ്ക്ക് പ്രാധാന്യം ആരാധകനാണ്. ആരാധകന്റെ യോഗ്യത വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കണം. ആരെ ആരാധിക്കണം? അമ്മ മറിയത്തെയുമല്ല, അപ്പൻ യോസഫിനെയുമല്ല. ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ പിതാവായ ദൈവം മാത്രം. ആരാധിക്കേണ്ടത് പിതാവായ ദൈവത്തെ. നീ പ്രാകാരത്തിൽ വന്നിട്ട് പോവുകയാണോ, അതോ വിശുദ്ധ സ്ഥലത്ത് നിലവിളക്കും കാഴ്ചയപ്പത്തിന്റെ മേശയും കണ്ടേച്ച് പോവുകയാണോ, അതോ തിരശീല കീറി അകത്ത് കയറി കൃപാസനത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടാണോ പോകുന്നത്? ഈ പ്രാകാരം സത്യത്തില് നമ്മുടെ ജഡത്തെ കാണിക്കുകയാണ്. അപ്പുറത്ത് ആ വിശുദ്ധ സ്ഥലം നിന്റെ ദേഹിയെ കാണിക്കുന്നതാണ്. ഈ രണ്ട് മണ്ഡലങ്ങളുടെ അപ്പുറത്ത് മറഞ്ഞു കിടക്കുന്ന ചില തിരശീലകളുണ്ട്. ആ തിരശീലയെ വലിച്ചു കയറിയേച്ച് നീ അകത്തോട്ട് കയറ്. അവിടെ കൃപാസനമുണ്ട്, അവിടെ ദൈവ സാന്നിധ്യമുണ്ട്, അവിടെ അവശബ്ദങ്ങളില്ല, അവിടെ മറ്റൊരു പരിപാടിയില്ല, അവിടെ കൃപാസനവും നീയും മാത്രമാണ്.